ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ റീസെന്റ് ആയിട്ട് ട്രിവാൻഡ്രത്ത് ഒരു കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ നിന്ന് ആദ്യമായിട്ടാണ് ഞാൻ ട്രിവാൻഡ്രം കല്യാണ സദ്യ കഴിക്കുന്നത്. നമ്മുടെ കൊച്ചിയിലെ സദ്യനേക്കാളും ഒരുപാട് വ്യത്യാസം ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഓഫ് കോഴ്സ് ഞാൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്നത് നമ്മുടെ ബോളിയും പാൽപ്പായസം തന്നെയാണ് കേട്ടോ. അപ്പൊ ഇതാ ആദ്യം തന്നെ ഇലയിലേക്ക് അവര് ശർക്കര വരട്ടിയും ചിപ്സും ബനാന ചിപ്സും ഒക്കെ ഇട്ട് വരും. അതിന് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇവിടെ കാണാത്ത പോലെ കുഞ്ഞു ഉണ്ണിയപ്പവും കൊണ്ടാട്ടമുളകും കൊണ്ടുവന്നിരുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നത് ഒരു തേങ്ങ വറുത്തരച്ച എന്തോ ഒരു ചമ്മന്തിപ്പൊടി പോലത്തെ ഒരു സാധനമായിരുന്നു. സത്യം പറഞ്ഞത് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യൂ കേട്ടോ. പിന്നെ വന്നത് പുളിയിഞ്ചിയാണ്. പുളിയിഞ്ചി നമുക്ക് കൊച്ചിയിൽ കുറച്ച് മധുരമുള്ള പുളിയിഞ്ചി ആയിരിക്കും, പക്ഷെ ഇവിടെ കുറച്ച് എരിവ് മുന്നിൽ നിൽക്കുന്ന പുളിയിഞ്ചി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് 2 തരം അച്ചാറുണ്ടായിരുന്നു, നാരങ്ങാച്ചാറും മാങ്ങാച്ചാറും. പിന്നെ ഓലൻ ഉണ്ടായിരുന്നു, പാവക്ക പച്ചടിയും അതുപോലെ തന്നെ കുക്കുംബർ പച്ചടി ഉണ്ടായിരുന്നു. പിന്നെ ഒരു മസാലക്കറി ഉണ്ടായിരുന്നു ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ട്. പിന്നെ അവിയല്, പിന്നെ കൂട്ടുകറി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മധുരക്കറി ഉണ്ടായിരുന്നു കേട്ടോ. മധുരക്കറി നമുക്ക് ഇവിടെ കിട്ടുന്ന പോലെ പൈനാപ്പിൾ ഒക്കെ ഇട്ട ആ ടൈപ്പ് അല്ല, ഇവിടെ ഒരു ചെറുപയറൊക്കെ ഇട്ട ഒരു ടൈപ്പ് ആയിരുന്നു. നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ഞാൻ ചോറ് വരുന്നതിന് മുമ്പേ അതാണ് ആദ്യം കഴിച്ചു തീർത്തത്. പിന്നെ ഒരു ചെറുപയറൊക്കെ ഇട്ട തന്നെ ഒരു തോരനും ഉണ്ടായിരുന്നു. പിന്നെ പപ്പടവും പഴവും ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചോറിട്ട് തരും. ചോറിട്ട് തരുന്നതിന്റെ കൂട്ടത്തില് കട്ടിപ്പരിപ്പും നെയ്യും കൂടി ഇട്ട് പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ അത് കഴിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് സാമ്പാറും കാളനും ഒക്കെ വരും കേട്ടോ. ഞാൻ അതിന്റെ വീഡിയോ എടുക്കാനായിട്ട് മറന്നുപോയി. അതും അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ചോറുണ്ട് കഴിയുമ്പോഴേക്കും പായസം വരും. പായസം ആദ്യം തന്നെ കൊണ്ടുവന്നിട്ടത് ഒരു അടപ്രഥമനായിരുന്നു. കുറച്ചൊരു കുഞ്ഞ് കയ്യിലേ ഇടുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ പഴപ്രഥമൻ. അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന ട്രിവാൻഡ്രം ബോളിയും പാൽപ്പായസം. ഇവിടെ പാലട അല്ലായിരുന്നു, അരിപ്പായസം ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റി ആയിരുന്നു, ഒന്നും പറയാനില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഇവിടെ നിന്ന് ഈ ഒരു കോമ്പിനേഷൻ നമുക്ക് കൊച്ചിയിൽ കിട്ടുന്നതൊക്കെ വാങ്ങിച്ച് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് ഇവരുടെ ബോളിക്ക് എന്തോ ഒരു പ്രത്യേകത ഉള്ളതായിട്ട് ഫീൽ ചെയ്തു കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇതിന് ശേഷം വീണ്ടും ചോറ്, മോര്, പച്ചമോര്, രസമൊക്കെ കൊണ്ടുവരുന്നുണ്ട്. നമ്മൾ വയറ് ഫുൾ ആയതുകൊണ്ട് മോര് മാത്രം വാങ്ങിച്ചു കുടിച്ചു. പിന്നെ ഞാനും തങ്ങും കൈ കഴുകിയിട്ട് വന്നപ്പോൾ നാരങ്ങ